റീത്ത് നേരത്തെ വിക്ടോറിയ കോളേജിന് മുന്നിൽ നിന്നാണ് ഈ ഒരു പ്രകടനം ആരംഭിച്ചത്. തുറന്ന ജീപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ തുടങ്ങി PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ 1.5 മാസം എത്രത്തോളം വീറും വാശിയും ഈ ഒരു തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു, അതിൻ്റെ ഫലം വരുമ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ മാർജിനിൽ വിജയിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമാണ് എന്ന് പറയാതെ വയ്യ. അതിൻ്റെ എല്ലാ ആവേശവും ഈ ഒരു പ്രകടനത്തിലുണ്ട്. റോഡിന് ഇരുവശവും കോൺഗ്രസ് പ്രവർത്തകരും UDFൻ്റെ പ്രവർത്തകരും ഒപ്പം തന്നെ വോട്ടർമാരുമൊക്കെ കാത്തു നിൽക്കുകയാണ്. അവർക്കെല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വാഹനം കടന്നു പോകുന്നത്. ഈ വാഹനത്തിന് അകമ്പടിയായി DJ വാഹനവും അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള വാദ്യഘോഷങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ആവേശ തിമിർപ്പിലായി മാറിയിരിക്കുകയാണ്. ഇത് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, യഥാർത്ഥ പൂരം പാലക്കാടാണ് എന്ന്. കാരണം ചേലക്കരയിലോ വയനാട്ടിലോ ഒക്കെ ഏതാണ്ട് പ്രവചിക്കാവുന്ന ഒരു മത്സരമായിരുന്നു. പക്ഷേ പാലക്കാട് അങ്ങനെയല്ല, ശക്തമായ ത്രികോണ മത്സരം എന്ന പ്രതീതിയാണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫലം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്ന് തന്നെയാണ്. ആ ഫലം വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ, അതായത് തൻ്റെ മുൻഗാമിയായ ഷാഫി പറമ്പിലിനേക്കാൾ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു എന്നിടത്താണ് ഈ വിജയത്തിൻ്റെ പ്രസക്തി. എന്തൊക്കെ ആരോപണങ്ങൾ, എന്തൊക്കെ വിവാദങ്ങൾ, എത്രയെത്ര കൂടുമാറ്റങ്ങൾ, അതെല്ലാം കോൺഗ്രസിനെതിരെ ആയുധമാക്കാൻ തുനിഞ്ഞ LDFും BJPയും അബ്ബെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു ആവേശം ഇവിടെ നമുക്ക് കാണാം, ഈ അണികൾക്കിടയിൽ കാണാം. കഴിഞ്ഞ 1.5 മാസം ശ്വാസം അടക്കി പിടിച്ചിട്ടുള്ള ദിവസങ്ങളായിരുന്നു, ഉദ്വേഗജനകമായ ട്വിസ്റ്റുകളായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് വലിയ വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളിടത്താണ് ഈ ആവേശക്കടലിൻ്റെ ഒരു കാരണം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പോൾ ഏതാണ്ട് സുൽത്താൻപേട്ട എത്താൻ പോകുന്നതേ ഉള്ളൂ, അതായത് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇനി ഏതാണ്ടൊരു ഇത്ര തന്നെ ദൂരം സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ പാലക്കാട് കോട്ട മൈതാനത്തിലേക്ക് എത്തും. അവിടെ ഇത് സംഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പ്രവർത്തകരുടെ വികാരങ്ങളിലേക്കൊക്കെ പോകാവുന്നതാണ്. പാലക്കാട് UDF നേടിയ വിജയത്തിൽ പ്രവർത്തകരുടെ ആഹ്ലാദമാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശം അലതല്ലുകയാണ്. BJPയെ തോൽപ്പിച്ച വലിയ ആഘോഷമാണ്. ആവേശത്തിലാണ് നാട് കടത്തി പാലക്കാട് നിന്ന്. ഈ പ്രവർത്തകരുടെ ആവേശത്തിൽ സരിന്റെ അടുത്ത് ഷാഫിന്റെ ഓഫീസിലോട്ട് വരാൻ പറയണം, വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സരിന്റെ അടുത്ത് ഷാഫിന്റെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറയണം, വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഷാഫിന്റെ ഓഫീസിൽ അങ്ങനെയുള്ള വളരെ വലിയ ആവേശമാണ്. ആവേശത്തിന്റെ ഒരു തള്ളിച്ചെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മളെയും കൂടെ തള്ളുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എല്ലാ വിവാദങ്ങളും തുടക്കം മുതലുണ്ടായ സരിന്റെ കൂടുമാറ്റം മുതൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോയാണ്. വഴിയിലുടനീളം പ്രവർത്തകർ കാത്തു നിൽക്കുന്നു. പ്രവർത്തകർ ആ റോഡ് ഷോയ്ക്കൊപ്പം ചേരുന്നു. വലിയ ആവേശം, വലിയ ആഘോഷം.